കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതര ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിവാദ സ്ഥാപനമായിട്ടുള്ള ഫ്രഷ് കട്ടിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. കോഴിക്കോട് മലയോരത്തെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് ഫ്രഷ് കട്ട് ഉടമകളുടെ താൽപര്യപ്രകാരമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി BK കബീറിന്റെ വെളിപ്പെടുത്തൽ. ഫ്രഷ് കട്ടിനെതിരെ സമരം നടത്തിയ കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചു എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. കുട്ടൻ തന്നെ ചേരുകയാണ് നമ്മോടൊപ്പം. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് കുട്ടൻ, നമുക്കറിയാം ഈ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ഭാഗത്ത് തമ്മിലടി തുടരുകയാണ്. VM വിനുവിനെ നോക്കൂ, അവിടെ വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തൊരു സ്ഥാനാർത്ഥിയായി മാറുകയാണ്. അവിടെ ചില വിശദീകരണങ്ങളൊക്കെ DCC പ്രസിഡന്റ് നൽകുന്നുണ്ട്. ശരി, പോട്ടെ. ഇപ്പുറത്തോട്ട് നോക്കൂ, മലയോര മേഖല എടുക്കുമ്പോൾ അവിടെയും ഇതാ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിൽ തമ്മിലടി രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അദ്ദേഹം ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം, ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ആ വിവാദ സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥാനാർത്ഥികളെ വെച്ചു എന്നുള്ളതാണ്. അവിടെ ആ ഫ്രഷ് കട്ടിനെതിരെ എതിരെ നിന്ന് സമരം ചെയ്ത ആളുകളെയൊക്കെ നിഷേധിച്ചിരിക്കുന്നു. അത്തരത്തിൽ സാധാരണക്കാരെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഏകപക്ഷീയമായ നിലപാടിലേക്ക് നേതൃത്വം പോയിരിക്കുന്നു എന്നൊരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഭദ്ര, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ചില വിവാദങ്ങൾ, വിഷയങ്ങളൊക്കെ മലയോര മേഖലയിൽ ഉയർന്നു വന്നിരുന്നു. നമുക്കറിയാം, താമരശ്ശേരിയിൽ ഫ്രഷ് കട്ടിനെതിരെ നടന്ന സമരം, അവിടുത്തെ ജനകീയ സമര സമിതി ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ എല്ലാ ദിവസവും നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്കൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഫ്രഷ് കട്ട് പ്രവർത്തിക്കുന്നതിനെതിരെയാണ് വലിയ സമരങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്നുകൊണ്ടുള്ള സമരങ്ങളാണ് നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഫ്രഷ് കട്ടിന്റെ ഉടമകൾ നിർണായകമായ സ്വാധീനം UDF നേതൃത്വത്തിൽ ചെലുത്തുന്നുണ്ടെന്നും അവർക്ക് താല്പര്യമുള്ള ഫ്രഷ് കട്ടിന്റെ ഉടമകൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ നേരത്തെ തന്നെ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആധികാരികമായി യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കബീർ ഇപ്പോൾ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം ഇക്കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയായിട്ടും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് കബീർ പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായ ചില സത്യാവസ്ഥകൾ ഉണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഇവിടെ മലയോര മേഖലയിലെ സീറ്റുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് സീറ്റ് ആരോപണം ഉയർന്നു വന്നിരുന്നത് ഫ്രഷ് കട്ടിനെതിരെ തന്നെയാണ്. ഫ്രഷ് കട്ടിന് താല്പര്യമുള്ളവരെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ മത്സരിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ താമരശ്ശേരി മേഖലയിലെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് കബീർ വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കൾ കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും ഉണ്ടായിരുന്നു. അവരൊക്കെ പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഫ്രഷ് കട്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. എന്നാൽ അവരെ നൈസായി ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ആൾക്കാരെ ഇപ്പോൾ തിരികെ കയറ്റുന്നത്. ഈ തിരികെ കയറ്റുന്ന ആൾക്കാരൊക്കെ ഫ്രഷ് കട്ട് ഉടമകളുടെ ആൾക്കാരാണ്. അവർ നിർദ്ദേശിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് വരുന്നത്. ഇതുവഴി ഫ്രഷ് കട്ടിൻ്റെ ഉടമകൾക്കുള്ളൊരു പ്ലാൻ ഏത് രീതിയിൽ വിജയിപ്പിക്കുമെന്ന് വെച്ചാൽ ആ മേഖലയിൽ, ഈ സ്ഥാപനം പ്രവർത്തിക്കുന്ന മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികളായിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റിയാൽ വീണ്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ തങ്ങൾക്ക് സുഖമായി മുന്നോട്ട് പോകാനുള്ളൊരു വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇവരുടെ നിലപാട് എന്നുള്ളതാണ് കബീർ ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ അവിടെ ജനകീയരായ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതാക്കളുണ്ട്. അവരൊക്കെ പൂർണ്ണമായും വെട്ടിമാറ്റിക്കൊണ്ടാണ് പുതിയ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്നതെന്നും യൂത്ത് ലീഗ് നേതാവ് ആരോപിക്കുന്നുണ്ട്. ഭദ്ര.